വി ശിവദാസൻ എം പി നാളെ മുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണപക്ഷം. 8:30 ഇപ്പോൾ JP നദ്ദ വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു ചർച്ച പ്രതിപക്ഷം റെഡിയാണോ? അതിന് ഇവിടെ BJPയുടെ പ്രതിനിധി ചർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും മറ്റു കുറേ വിഷയങ്ങളെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പരീക്ഷകളെക്കുറിച്ചും പറയുന്നത് കേട്ടില്ല. ഡൽഹിയിൽ നടന്നിട്ടുള്ള അക്രമത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. അത് യൂണിയൻ ഗവൺമെൻറ്റിനാണ്, വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ്, ഡൽഹി പോലീസിനാണ്. മൂന്നാമത്തെ കാര്യം, പാർലമെൻറ്റിൽ എന്ത് സ്റ്റാൻഡാണ് പ്രതിപക്ഷം ഉൾപ്പെടെ എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ചർച്ചയല്ല പ്രധാനം. ചർച്ച നടത്താം, പക്ഷേ യൂണിയൻ ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനമുണ്ട്. ഇതിന് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രധാനമന്ത്രി പുറത്താക്കുക. രണ്ടിലേതെങ്കിലും ഒന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. മറ്റൊന്ന്, പാർലമെൻറ്റിനകത്ത് 267 അനുവദിച്ചുകൊണ്ട് ചർച്ച നടത്താനുള്ള അനുവാദം കൊടുക്കുക. ഇത് രണ്ടും വളരെ അത്യാവശ്യമായി നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, രാജ്യവ്യാപകമായ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമരം, ആ വിദ്യാർത്ഥി സമരത്തെ BJPയുടെ സർക്കാർ എല്ലായിടങ്ങളിലും ആക്രമിച്ച് തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ട് NTA ബന്ധപ്പെട്ട് RSSൻ്റെയും BJPയുടെയും ഈ കോച്ചിങ് ക്ലാസ്സുകൾ, കോച്ചിങ് ക്യാമ്പുകൾ ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളിലാണ് പലയിടങ്ങളിലും NTA പരീക്ഷാ ചോദ്യപേപ്പറുകൾ ആദ്യം എത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ നേരത്തെ ചിലർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. BJPയുടെ ഭരണകാലത്ത് വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി മാത്രമല്ല, എല്ലായിടത്തും വലിയ നിലയിലുള്ള അഴിമതി ഉണ്ടായി. എന്തിനേറെ പറയുന്നു, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ ഭണ്ഡാരം വരെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സംഘമായിട്ട് ഇവരിൽ പലരും മാറി എന്നുള്ളത് കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ബദ്രീനാഥിലെ വാർത്ത വേറെ വരുന്നു. അപ്പോ ശ്രീരാമന്റെ പേരിൽ അധികാരത്തിൽ വന്ന ആളുകൾ ശ്രീരാമക്ഷേത്രത്തിന്റെ ധനം അപഹരിച്ചെടുക്കുന്നവരാണ് എങ്കിൽ ആ കൂട്ടർക്ക് മറ്റെവിടെ നിന്നെല്ലാം കൈയിട്ട് അതിനൊരു ഉത്തരം